Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു റിംഗ് ഫിൽ ലൈറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അതിൻ്റെ സ്റ്റാൻഡും അതുപോലെ തന്നെ ആ ഒരു ലൈറ്റുമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് വാങ്ങിയിട്ട് കുറച്ച് നാളുകളായി കേട്ടോ. കുറച്ച് നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായി, ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ലൈറ്റാണിത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമായത് എനിക്കിതിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡും കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സ്വിച്ചൊക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബോളിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബോളിനെ ഇതിനകത്തേക്ക് കടത്തി വിട്ടിട്ട് പിന്നീട് നമുക്കത് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലാണ് നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചും വളച്ചുമൊക്കെ വെക്കാം. അത്രയും ഫ്ലെക്സിബിളാണ് ഈ ഒരു സംഭവം. പിന്നെ ഇതിനകത്ത് ഇവിടെ ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ കളറ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചുകളായിട്ട് അങ്ങനെ ഒരു 3-4 സ്വിച്ചുകൾ അതിൽ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വയറ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലുള്ള മൊബൈൽ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് ഇത് കുത്തി കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പ്ലഗിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പവർ ബാങ്കിൽ നമ്മൾ കുത്തി വെച്ചിട്ടും നമുക്കിത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പവർ ബാങ്കിലൊക്കെ കുത്തി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഫേസൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. കാരണം നല്ലൊരു കളറും നല്ലൊരു പ്രത്യേക ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് അതങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. കിച്ചണിൽ പൊതുവേ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തേക്കൊക്കെ നല്ലതായിട്ട് ലൈറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഞാനിവിടുന്ന് 129 ദിറംസായിരുന്നു അതിൻ്റെ റേറ്റ്. ഞാനത് 80 ദിറംസിനാണ് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഓഫറിന് വാങ്ങിയതായിരുന്നു. ഇവിടെ ഒരു പുതിയ ലുലു ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഓഫറിൽ വന്നപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. പൊതുവേ എല്ലാവർക്കും ഇതിൻ്റെ സ്റ്റാൻഡാണ് ശരിയായി കിട്ടാതിരിക്കാറ്. അതായത് സ്റ്റാൻഡ് മുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഈ അടിയിൽ കാണുന്ന ഈ ജോയിൻ്റ് വരാണ്ടായിരിക്കും ഒട്ടുമിക്ക സ്റ്റാൻഡും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡും അങ്ങനെ തന്നെയായിരുന്നു. മുകളിൽ നിന്നുള്ള ആ ഒരു ജോയിൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഫോൺ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിങ്ങനെ ചെരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വെയിറ്റൊക്കെ സെപ്പറേറ്റ് വെക്കണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഹൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് ഹൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഹൈറ്റ് ഇതെല്ലാം നിവർത്തി വെച്ചിട്ട് ഞാനത് അളവെടുത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു റിംഗ് ലൈറ്റ് ഈ ഒരു സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ഫുള്ളായിട്ടൊക്കെ ഒന്ന് ഹൈറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ടോപ്പ് ഉണ്ട്. ആ ടോപ്പ് അഴിച്ചു മാറ്റിയിട്ട് വേണം ഈ ഒരു റിംഗ് ലൈറ്റ് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1500 രൂപയുടെ ഒരു സ്റ്റാൻഡായിരുന്നു. പക്ഷെ അത് ക്വാളിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പാണ് ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ. പെട്ടെന്ന് അങ്ങനെ കേടുവരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വശത്തേക്കും നമുക്ക് ചെരിച്ചും തിരിച്ചൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ അതിവിടെ ഇരിക്കുന്നത്. നമ്മളിത് ടൈറ്റാക്കി കൊടുത്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് ഫിക്സ് ആക്കിയിട്ട് അവിടെ ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് മൊബൈൽ ഫോണൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫോൺ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും ഒക്കെ ഒന്ന് നോക്കാം.
ഇപ്പോൾ സ്റ്റാൻഡ് നമ്മളിതിൻ്റെ ഒരു ഭാഗവും നമ്മൾ വലിച്ച് നീട്ടി വെക്കാണ്ട് തന്നെ കറക്റ്റ് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഈ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ട് വരുന്നത് 43 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഒരു സ്റ്റാൻഡ് ഒരു ഹൈറ്റ് കൂട്ടുന്ന ഒരു ഭാഗം നമ്മൾ കൂട്ടി വെച്ചതിന് ശേഷം എത്രയാണ് ഹൈറ്റ് നോക്കാം. അത് വരുന്നത് 60 ഇഞ്ചാണ് കേട്ടോ. 61 ഇഞ്ച് വരെയൊക്കെ അതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ലെങ്ത്ത് കൂട്ടിയപ്പോഴത്തേനും. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടും കൂടെ നമുക്കൊന്ന് ഹൈറ്റ് കൂട്ടി വെച്ച് നോക്കാം. ഇപ്പോൾ ഇത് മുഴുവൻ നിവർത്തി വെക്കുമ്പോൾ ഒരു 120 ഇഞ്ചിൻ്റെ മുകളിലാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ല ഹൈറ്റാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ എത്ര ഹൈറ്റിലായിരുന്നാൽ കൂടി നമ്മൾ മൊബൈൽ ഫോൺ അതിൽ ഫിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീഴുന്നില്ല കേട്ടോ. കാരണം അത്രയും നല്ലൊരു സ്റ്റാൻഡാണ്, അടിയിൽ നല്ല സപ്പോർട്ടുള്ള സ്റ്റാൻഡായത് കാരണം. ഇപ്പം ഞാനിത് പവർ ബാങ്കിനകത്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പവർ ബാങ്കിനകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് സൗകര്യത്തിനനുസരിച്ച് പ്ലഗ് ഒന്നും ഇല്ലാത്ത ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യിക്കാം. ഇനി നമ്മൾ അത് യൂസ് ചെയ്യുന്ന ഭാഗത്ത് പ്ലഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് കണ്ടില്ലേ, ഞാൻ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അത് നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു സ്റ്റാൻഡിന്. അതുകൊണ്ട് നമുക്ക് എത്ര വെയിറ്റുള്ള മൊബൈൽ ഫോൺ ആയിരുന്നാലും നമുക്കിത് മുന്നോട്ട് വീഴുന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടുത്ത് നേരത്തെ ഉള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ അടിയിൽ സപ്പോർട്ടില്ലാണ്ട് മുകളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ജോയിൻറ്റ് വരുന്ന ഒരു സ്റ്റാൻഡായിരുന്നു. പക്ഷെ അത് നമ്മളെന്തെങ്കിലും വെച്ചിട്ട് നല്ലതായിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇങ്ങോട്ട് മുന്നോട്ട് തള്ളി വരുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് നല്ലൊരു സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് മുഴുവനായിട്ട് ഓഫ് ചെയ്തിട്ട് ഇനി ഈ ഒരു ലൈറ്റിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഓരോന്നും ചെയ്യുമ്പോൾ അത് കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കളറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ കേട്ടോ. പല കളറും പല ബ്രൈറ്റിൽ നമുക്ക് കൂട്ടി കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫേസിന് തന്നെ പലതരം കളറ് വരാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ കളറെന്ന് പറയുന്നത്. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള റിംഗ് ലൈറ്റ് ഒഴിവാക്കിയിട്ട് സാധാരണ ഇതുപോലെ ഒരു സ്റ്റാൻഡും ഫിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലൈറ്റ് വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മൊബൈൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് സെപ്പറേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാമറയും നമ്മൾ ക്യാമറയിലാണ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയും ഇവിടെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ക്യാമറയ്ക്ക് ഇതുപോലെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും, അത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ നോക്കി തന്നെ വാങ്ങുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ മുന്നുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ ഒരു ലൈറ്റ് നമുക്ക് മാറ്റം വരുത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു ഹൈദരാബാദി ബിരിയാണി കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാനൊരു പാവയ്ക്കാച്ചാർ ഇട്ടത് മുതലുള്ള വീഡിയോസൊക്കെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴയ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.